ADGP MR അജിത് കുമാറിനെതിരായ നടപടി 2024 ഏറ്റവും വലിയ തമാശയെന്ന് ആവർത്തിച്ച് PV അൻവർ. മുഖ്യമന്ത്രി വെള്ളപൂശിയ ഉദ്യോഗസ്ഥൻ ആണ് അജിത് കുമാർ. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനം മാത്രമാണിത്. തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ, അത് താഴെ വെപ്പിക്കുമെന്നും PV അൻവർ പറഞ്ഞു. ഞാൻ ആദ്യം പറയുന്നുണ്ട് 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, ഈ പറയുന്ന DGP അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്ന ഒരു ADGP അജിത് കുമാർ, അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള ADGPമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്? അപ്പൊ അദ്ദേഹം ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസിന്റെ എല്ലാ ഭാഗങ്ങളും, അത് SSP ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും, ഈ ADGPമാരെ ഒക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ എന്ത് നടപടിയെ സ്വീകരിക്കാൻ കഴിയുക? ഇപ്പൊ തന്നെ എന്താണ് DGP കൊടുത്ത റിപ്പോർട്ട്? മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് DGPയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം ഈ ADGPയെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ADGPയെ വെള്ളപൂശിയിട്ടുണ്ട്. അങ്ങനെ വെള്ളപൂശിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഒരു DGPയിൽ നിന്ന്, സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. അതായിരുന്നു അവിടെ ആത്മവിശ്വാസം. പക്ഷേ DGP കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കമതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്നാണ്. ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിനപ്പുറമൊന്നുമില്ല. എന്ത് CPI അതിനെക്കുറിച്ച് ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദ ഭരിതരാണ് CPI. അപ്പൊ CPI നേതൃത്വത്തിലെ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം. എന്തുകൊണ്ട് അവരിതിൽ തൃപ്തരായി? ഉരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി ആരാ? CPM ആണ്. നിങ്ങൾ സുനിൽകുമാറിനോട്, അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനോട് നിങ്ങളൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കൂ. അദ്ദേഹം പബ്ലിക്കായി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ പറഞ്ഞേക്കാം. അദ്ദേഹം ഇതിൽ തൃപ്തനാണെന്ന് ചോദിക്കൂ. CPIയുടെ നേതൃത്വം, പ്രവർത്തകരും തൃപ്തരല്ല. പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പം എന്റെ അതേ മാനസികാവസ്ഥയാണുള്ളത്. അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് പുറത്തു പറയാൻ വയ്യല്ലോ. അപ്പൊ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യരുമ്പിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ